എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. ഇന്ന് അതിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ. അപ്പൊ ഇതിലെ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Capacitors are considered to be building blocks of all integrated circuits. A parallel plate capacitor is a simple form of a capacitor. Then, question A idana. Write down the expression for the capacitance of a parallel plate air capacitor in terms of plate area and the separation. അതായത് പ്ലേറ്റ് ഏരിയയും സെപ്പറേഷൻ വെച്ചിട്ട് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C = എപ്സിലോൺ 0 A by D അല്ലേ. ഇതാണ് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ ഡി, ഏരിയ ഓഫ് പ്ലേറ്റ് ഏരിയ എന്ന് പറയുന്നത് A. അപ്പോൾ ഇതാണ് അതിന്റെ ഇക്വേഷൻ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത് നമുക്ക് ഇതിനകത്തിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് മീഡിയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. തൽക്കാലം നമുക്ക് ഫോക്കസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ സി. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ 3 ഇക്വേഷൻസ് ഉണ്ട്. അതായത് U = ½ CV², അല്ലെ. പിന്നെ മറ്റൊരു ഇക്വേഷൻ ആണ് എന്താണ് ½ QV, അല്ലെ. പിന്നെ മറ്റൊരു ഇക്വേഷൻ ആണ് എന്താണ് Q²/2C, അല്ലെ. അപ്പൊ ഇങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 3 ഇക്വേഷനും ഓർത്ത് വെച്ചോണം. അതുപോലെ ഇതിന്റെ ഡെറിവേഷനും പഠിച്ചു വെച്ചേക്കണം. ഒറ്റ ഡെറിവേഷൻ ഉള്ളൂ, അതിൽ നിന്നാണ് ഈ 3 ഇക്വേഷൻസും നമുക്ക് കിട്ടുന്നത്, അല്ലെ. അപ്പൊ ഇത് പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കൂടെയുള്ള ഡി ക്വസ്റ്റ്യൻ. രാജു ചാർജ് ദിസ് കപ്പാസിറ്റർ ആൻഡ് പ്ലോട്ടഡ് എ ഗ്രാഫ് ബിറ്റ്വീൻ ചാർജിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ചാർജ് സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ. ദി ഗ്രാഫ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. വാട്ട് ഡസ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്? അതായത് രാജു എന്ത് ചെയ്തെന്നറിയാവോ? ഒരു ഗ്രാഫ് വരച്ചു. അതായത് ഈ കപ്പാസിറ്ററിലെ ചാർജും പൊട്ടൻഷ്യലും എടുത്തൊരു ഗ്രാഫ് വരച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫാണ് രാജുവിന് കിട്ടിയത്, അല്ലെ. അപ്പൊ രാജു കുറച്ച് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ എന്തിനെ കാണിക്കും, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്തിനെ കാണിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്കറിയാം, നോക്കുമ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പാണ്, അല്ലെ. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ½ BH എന്നാണ് വരുന്നത്, അല്ലെ. അപ്പൊ ½ ഇൻറ്റു ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് V ആണ്. പിന്നെ ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചാർജ് ആണ്, അല്ലെ. അതായത് ½ QV. എന്താണ് ½ QV? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടെ എടുത്ത് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ ഏരിയ എന്ത് ചെയ്യും? എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ കാണിക്കും. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജിയെ കാണിക്കും, അല്ലെ. അപ്പോൾ ക്യൂവും വിയും പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഈ ഗ്രാഫ് എന്ത് വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ഈ ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത എനർജി നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. For a parallel plate capacitor with each plate of area A separated by a distance small d in air, its capacitance is given by C = എപ്സിലോൺ 0 A by D. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇനിയാണ് ക്വസ്റ്റ്യൻ A. Represent the charge Q given to a capacitor of capacitance C with the potential difference V in a graph. What will be the shape of the curve? അതായത് ഈ കപ്പാസിറ്ററിന്റെ ചാർജും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കും. അപ്പം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചാണ്. അതായത് ഒരു കപ്പാസിറ്ററിന്റെ ചാർജും അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും പ്രൊപ്പോർഷണൽ ആയിരിക്കും. കൂടുതൽ ചാർജ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിനുള്ളിൽ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്ത് ചെയ്യും? കൂടും. അപ്പം ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ ചാർജ് സ്മോൾ ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യൂവും വിയും എടുത്ത് ഗ്രാഫ് വരച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്, അല്ലേ. ഇതിന്റെ ക്വസ്റ്റ്യൻ ബി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ബി. ഇഫ് യു കണക്ട് ദി പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ബൈ എ കോപ്പർ വയർ, വാട്ട് ഹാപ്പൻസ് ടു ദി കപ്പാസിറ്റർ? ജസ്റ്റിഫൈ യുവർ ആൻസർ, അല്ലെ. അതായത് നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്റർ ഫുൾ ആയിട്ട് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെ. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ ഒരു പ്ലേറ്റ് പോസിറ്റീവ്, ഒരു പ്ലേറ്റ് നെഗറ്റീവ്. ഇതിനിടയ്ക്ക് ഒരു ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് ഈ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല. ഇതിനെ നമ്മളൊരു കോപ്പർ വയർ വെച്ച് കണക്ട് ചെയ്യുന്നത് സംഭവിക്കും, അല്ലെ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അട്രാക്ഷൻ കാരണമാണ് ഈ ചാർജസ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പോഴാണ് നമ്മൾ ഒരു കോപ്പർ വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരും, അല്ലെ. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ വന്നു, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഈ ഇലക്ട്രോൺ വന്നു, എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ അങ്ങ് ഇല്ലാതാക്കും, അല്ലെ. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസിയാണ് പോസിറ്റീവ് ചാർജ് കാണിക്കുന്നത്, അല്ലെ.
അപ്പോൾ ഇലക്ട്രോൺ വന്നാൽ പോസിറ്റീവ് ചാർജ് ഇല്ലാതെ, അടുത്ത ഇലക്ട്രോൺ വന്നു പോസിറ്റീവ് ചാർജ് ഇല്ലാതെ, അടുത്ത ഇലക്ട്രോൺ ഇങ്ങനെ വന്നു ഇവിടെ വന്നു പോസിറ്റീവ് ചാർജിനെ ഇല്ലാതാക്കി, അടുത്ത ഇലക്ട്രോൺ വന്നു പോസിറ്റീവ് ചാർജിനെ ഇല്ലാതാക്കി. എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു പോകും, ചാർജ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ ഒരു സ്പാർക്കും അതിനകത്തിൽ കാണാം, പെട്ടെന്ന് ചാർജസ് ഫ്ലോ എന്നാണ് ഒരു സ്പാർക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം, ഡിസ്ചാർജ് ചെയ്തു പോകും. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള സി ക്വസ്റ്റ്യൻ, യൂസിംഗ് ദി എബോ എക്സ്പ്രഷൻ ഷോ ദാറ്റ് എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. അതായത് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. അതിന്റെ പ്രൂഫ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പ്രത്യേകിച്ച് എനർജി ഡെൻസിറ്റി എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കണ്ട. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ചാർജസ് ആസ് വെൽ ആസ് എനർജി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രോപ്പർട്ടി കോൾഡ് കപ്പാസിറ്റൻസ് അല്ലെ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എനർജിയും ചാർജിനെയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് അല്ലെ. ക്വസ്റ്റ്യനെ റൈറ്റ് ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഡിഫൈൻ ഇറ്റ് അല്ലെ. അതായത് കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് നമുക്കറിയാം ഫാരഡ് അല്ലെ. ഇതാണ് കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്, ക്യാപിറ്റൽ ഓഫ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. കപ്പാസിറ്റൻസ് C Q/V എന്നാണ് ഇക്വേഷൻ അല്ലെ. ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ വെച്ച് തന്നെ ഡിഫൈൻ ചെയ്യാം അല്ലെ. അപ്പം ഒരു കപ്പാസിറ്റർ എടുക്കുക, അതിനകത്തിൽ 1 കൂളോം ചാർജ് ആണുള്ളത്. അപ്പൊ ഇഫ് Q is equal to 1 കൂളോം, 1 കൂളോം ചാർജ്. അപ്പൊ അതിന് ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ് നോക്കുക. അപ്പം V is equal to 1 വോൾട്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ C is equal to 1 കൂളോം by 1 വോൾട്ട് is equal to 1 ഫാരഡ് അല്ലെ. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് എപ്പോഴായിരിക്കും, അതായത് 1 കൂളോം ചാർജ് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ അതിന്റെ ആ പ്ലേറ്റുകൾക്കിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആയിരിക്കും അല്ലെ. അപ്പം 1 ഫാരഡ് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ capacitor when it charges with a 1 coulomb charge and the potential difference between the plates is 1 volt അല്ലേ. അതായത് ഒരു കപ്പാസിറ്റർ 1 കൂളോം ചാർജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആയിരിക്കും അല്ലേ. ഇതാണ് 1 ഫാരഡിന്റെ ഡെഫിനിഷൻ. You are given 2 capacitors, 2 microfarad and 3 microfarad. What are the maximum and minimum values of capacitance that can be obtained by combining them? അല്ലേ. അതായത് നമുക്ക് ഒരു 2 മൈക്രോഫാരഡിന്റെ ഒരു കപ്പാസിറ്ററും ഒരു 3 മൈക്രോഫാരഡിന്റെ ഒരു കപ്പാസിറ്ററും തന്നിരിക്കുകയാണ്. ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? നമുക്കറിയാം കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് അല്ലേ. ദെൻ മാക്സിമം കപ്പാസിറ്റൻസ് അല്ലേ ഇൻ പാരലൽ കോമ്പിനേഷൻ അല്ലെ. അപ്പൊ കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ അതിന്റെ കപ്പാസിറ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോഴാണ് മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് അല്ലെ. അപ്പം പാരലൽ കോമ്പിനേഷന്റെ ഇക്വേഷൻ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു C1 + C2 എന്നാണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുക 2 + 3 5 മൈക്രോഫാരഡ്. അപ്പൊ ഈ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മൈക്രോഫാരഡിനെ ഫാരഡിലോട്ട് കൺവെർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് മൈക്രോഫാരഡിൽ തന്നെ ആൻസർ ചെയ്താൽ മതി അല്ലേ. പക്ഷേ എനർജിയോ വല്ലതും കണ്ടുപിടിക്കുമ്പോൾ അത് എനർജി ചാർജ് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ കൺവെർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇനി മിനിമം കിട്ടുന്ന എപ്പോഴാണ്, അതായത് കപ്പാസിറ്റേഴ്സിന് മിനിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പം മിനിമം കിട്ടുന്നത് സീരീസ് കോമ്പിനേഷനിലാണ് അല്ലേ. അപ്പം കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനിലെ ഇക്വേഷൻ C is equal to C1 C2 divided by C1 + C2 അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/C is equal to 1/C1 + 1/C2, അത് LCM എടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. C1 എന്ന് പറയുന്നത് 2, C2 എന്ന് പറയുന്നത് 3 divided by 2 + 3 അല്ലെ. ഇങ്ങനെ വരും. 2 × 3 എന്ന് പറഞ്ഞാൽ 6 വരും, 2 + 3 എന്ന് പറഞ്ഞാൽ 5 വരും അല്ലെ. അപ്പോൾ 6/5 എന്ന് വരും അല്ലെ. 6/5 ചെയ്യുമ്പോൾ അതായത് 1.2 മൈക്രോഫാരഡ് കിട്ടും. ഇതാണ് കപ്പാസിറ്റൻസ്. ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മിനിമം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ കൂടെയുള്ള C ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ C ഇതാണ്, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന്റെ വീഡിയോസും ഒക്കെ ഉണ്ട്, അത് നോക്കി നിങ്ങൾ ആ ഡെറിവേഷൻ പഠിക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കപ്പാസിറ്റർ ഈസ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2
കണ്ടക്ടേഴ്സ് അതിൻ്റെ നടുക്ക് ഒരു ഇൻസുലേറ്ററും കാണും അല്ലേ. ദെൻ ക്വസ്റ്റ്യനെ റൈറ്റ് ഡൗൺ ദി റിലേഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C = ε0A/d അല്ലെ. അപ്പോൾ ഈ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്തോണം. ഇക്വേഷൻ മാത്രം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ പിന്നെ അടുത്തത് ഇതിന്റെ കൂടെയുള്ള ബി ക്വസ്റ്റ്യൻ ഇതാണ്. ദി പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവ് ഏരിയ ഓഫ് 90 cm². അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെ, രണ്ട് പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിന്റെ പ്ലേറ്റ് ഏരിയ 90 cm² ആണ്. അപ്പം പ്ലേറ്റ് ഏരിയ എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻഡ് ആർ സെപ്പറേറ്റഡ് ബൈ 2.5 mm. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5 mm ആണ് അല്ലെ. അപ്പൊ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഡി എന്നാണ് നിൽക്കുന്നത്, സ്മോൾ ഡി 2.5 mm അല്ലെ. അപ്പൊ ഈ സെന്റിമീറ്റർ²നെ മില്ലിമീറ്ററിനെ ഒക്കെ മീറ്ററിലേക്കൊക്കെ മീറ്റർ²ലേക്കൊക്കെ കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം നമുക്കത് ചെയ്യാം. അതായത് സെന്റിമീറ്റർ² മീറ്റർ² ആക്കണം. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം സെന്റിമീറ്റർ² മീറ്റർ² ആക്കണമെങ്കിൽ 10⁻²ന്റെ സ്ക്വയർ, അതായത് 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 90 × 10⁻⁴ മീറ്റർ². ഇനി മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ, മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2.5 × 10⁻³ മീറ്റർ അല്ലെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 25 × 10⁻⁴ മീറ്റർ എന്ന് എടുക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി അല്ലെ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വുഡ് ബി ഇറ്റ്സ് കപ്പാസിറ്റൻസ് അല്ലെ. ഇതിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ. ഇനി കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റൻസ് C = ε0A/d. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പം എയും തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റിയാണ് അല്ലെ. പെർമിറ്റിവിറ്റി ചിലപ്പം ക്വസ്റ്റ്യൻ ആദ്യം തരും. ഈ ക്വസ്റ്റ്യൻ ആദ്യം തന്നിട്ടുണ്ട് പെർമിറ്റിവിറ്റി. ക്വസ്റ്റ്യൻ ആദ്യം തന്നിരിക്കുന്ന പെർമിറ്റിവിറ്റി 8.855 × 10⁻12 എന്നാണ്. 8.854 എന്നാണ് അതിന്റെ കറക്റ്റ്. പ്രോബ്ലത്തിന് വേണ്ടി 8.85 എന്നാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഏതെന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഏരിയ ആണ്, അതും ക്വസ്റ്റ്യൻ ആദ്യം തന്നിട്ടുണ്ട്. 90 × 10⁻² അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചോണം, SI യൂണിറ്റിലാക്കിയിട്ട് ഇത് ചെയ്യാവും. അതുപോലെ തന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് 25 × 10⁻⁴ അല്ലെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ഞാൻ ആൻസർ എഴുതാൻ പോവാണ്. ആൻസർ കിട്ടുന്നത് 31.86 × 10⁻12 ഫാരഡ് എന്നാണ്. ഇങ്ങനെ ഈ 10⁻12 എന്ന് പറഞ്ഞാൽ പീക്കോ ഫാരഡ് ആണ്. അപ്പം വേണമെങ്കിൽ ഇതുവരെ എഴുതിയാലും മാർക്ക് തരും. വേണമെങ്കിൽ നിങ്ങൾക്ക് 31.86 പീക്കോ ഫാരഡ് എന്ന് എഴുതിയാലും മതി. ഇതുവരെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് തരും അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ അല്ലെ. ഡയറക്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ അറിയാത്തവർക്ക് ബാക്കി ഒരു 2 മാർക്ക് ഇതിനകത്ത് കിട്ടില്ല. അപ്പൊ 3 മാർക്ക് ഫുൾ ആയിട്ട് പോകും അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോണം. എല്ലാ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴും ഒരു പേപ്പറിലോട്ട് അതിലെ ഇക്വേഷൻസ് എഴുതി പോവാം. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അത് വെച്ചിട്ട് അത് ബൈഹാർട്ട് ചെയ്യുക അല്ലെ. അങ്ങനെ പഠിച്ച് വേണം നമ്മൾ പോകാൻ. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ബിസൈഡ് ഇറ്റ് യൂസ് ഇൻ സ്റ്റോറിംഗ് ചാർജ് എ കപ്പാസിറ്റർ ഈസ് എ കീ എലമെന്റ് ഓഫ് മോസ്റ്റ് AC സർക്യൂട്ട്സ് അല്ലെ. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടന്നു പോകുന്ന സർക്യൂട്ടിലേക്ക് പ്രധാനമായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയാം, കപ്പാസിറ്ററിലൂടെ AC പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെ ഫാനിലൊക്കെ ഉണ്ട് കപ്പാസിറ്റർ അല്ലെ. അതിനകത്തിലെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. ക്വസ്റ്റ്യൻ എ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ, അകത്ത് എയർ വരുന്ന മീഡിയം ആയിട്ട് വരുന്ന കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം, ഒന്ന് പ്ലേറ്റിന്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും എ. പിന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, ഈ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പൊ അത് രണ്ടും നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് പ്ലേറ്റ് ഏരിയ ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ക്വസ്റ്റ്യൻ ബി, ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ബി. ഡിഫൈൻ ദി ടേം ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം. അത് നമുക്ക് തൽക്കാലം വേണ്ട. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് പഠിക്കാൻ നമ്മൾക്ക് തൽക്കാലം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫോക്കസ് ഏരിയ ഇല്ല. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ളതാണത്. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഒന്ന് നോക്കുക.
ക്വസ്റ്റ്യൻ സിയിലേക്ക് പോവാം. 2 capacitors C1 and C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. അല്ലെ, അപ്പം ക്വസ്റ്റ്യൻ സിയിൽ 2 കപ്പാസിറ്റേഴ്സിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അല്ലെ, നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് ഡെറിവേഷൻ. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെ കിട്ടും: 1/c = 1/c1 + 1/c2. അപ്പം കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷന്റെയും സീരീസ് കോമ്പിനേഷന്റെയും ഡെറിവേഷൻ പഠിച്ചോണം. അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുമ്പേ നമ്മൾ പറഞ്ഞു എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റർ പഠിച്ചോണം, പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ പഠിച്ചോണം. ഇതെല്ലാം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ കൂടെ കണ്ടുകൊണ്ട് നമ്മൾ അതങ്ങ് ചെയ്യുകയാണ്. ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി റീജിയൻ അറൌണ്ട് എ ചാർജ് വെയർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ് ഈസ് കോൾഡ് ദി ഇലക്ട്രിക് ഫീൽഡ്. അല്ലെ, അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കറസ്പോണ്ടിങ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഷോൺ ബിലോ. അല്ലെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ഫീൽഡ് ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തിൽ ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമുക്കറിയാം ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആണോ എന്ന് എങ്ങനെ അറിയും? അതായത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ അടുത്തടുത്താണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും. അവർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വീക്ക് ആയിരിക്കും. അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ നമുക്ക് അതിനെ എതിർക്കാം. അല്ലെ, നമ്മുടെ ഫ്രണ്ട്സ് പല സ്ഥലങ്ങളിലാണെങ്കിലോ, അല്ലെ, ഒരാൾ അമേരിക്കയിലും ഒരാൾ ഇംഗ്ലണ്ടിലും അങ്ങനെ പലരും പല സ്ഥലത്താണെങ്കിൽ ഒരാൾ നമ്മളെ പെട്ടെന്ന് ഉപദ്രവിക്കാൻ വന്ന അയാളെ ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ പറ്റുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ക്ലോസ്നെസ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ കാണിക്കുന്നത്. അല്ലേ, അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അടുത്തടുത്താണ്, അപ്പൊ ഇവിടെ സ്ട്രോങ് ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മളുടെ ഡിസ്റ്റൻസ് സെപ്പറേഷൻ കൂടുതലാണ്, അപ്പൊ ഇവിടെ ഇച്ചിരി വീക്കാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അടുത്തടുത്താണ്, അപ്പൊ ഇവിടെ ഇച്ചിരി സ്ട്രോങ് ആണ്. അപ്പം ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷനും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷനും സെയിം ആണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം EA = EC, രണ്ടിടത്ത് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. പക്ഷെ B എന്ന് പറയുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് അല്പം വീക്കാണ്. അല്ലെ, അപ്പം ഈസ് ഗ്രേറ്റർ ദാൻ EB, EB-യെക്കാളും വലുതാണ്. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ വരുന്ന ഏതിലാണ്? അതായത് EA = EC ഈസ് ഗ്രേറ്റർ ദാൻ EB. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുറെ ഓപ്ഷൻസ്, 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആണ്. അതായത് EA EC ഈക്വൽ. അത് എന്തിനേക്കാളും വലുതാണ്? EB-യെക്കാളും വലുതാണ്. അല്ലെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഹാസ് എ ചാർജ് ഡെൻസിറ്റീസ് plus sigma and minus sigma on the plate. Write the expression for electric field between the plates. What happens to the field if the separation between the plates is doubled? അല്ലേ, അതായത് ഒരു കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റുകളാണ്. ഒരിടത്ത് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയും മറ്റിടത്തെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയും. അതായത് ഇതിന്റെ എന്താണ് ഇതിന്റെ സൈൻ, അതായത് ചാർജിന്റെ സൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, സർഫസ് ചാർജ് ഡെൻസിറ്റി. അല്ലെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനെ കണ്ടുപിടിക്കേണ്ടത് റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഈ 2 പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ മതി. അല്ലെ, അപ്പൊ നമുക്കറിയാം ഇത് നമ്മൾ ഡിറൈവ് ചെയ്തത്, അതായത് ഒരു പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഗോസസ് തിയറി ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതാണ് σ/2ε0. അല്ലെ, അപ്പം ഈ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജസ് ആണ്, ഈ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസ് ആണ്. അല്ലെ, അപ്പം ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞാലും സെയിം തന്നെ ആയിരിക്കും, ഡിസ്റ്റൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആയത് കാരണം അങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇത് നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അതിലേക്ക് വരികയായിരിക്കും, എൻ്റർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിനുള്ളിലുള്ള 2 ചാർജും ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷൻ തന്നെയാണ്. അപ്പം ഇയാൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 പ്ലസ് ഇയാൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/2ε0. അല്ലെ, സൈൻ നോക്കണ്ട, കാരണം നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ്. നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 σ/2ε0, 2 ക്യാൻസൽ ആയി, σ/ε0. ഇതാണ് ഇതിന്റെ നടുക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിറൈവ് ചെയ്യേണ്ട, നമ്മളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലും ഒക്കെ എന്താണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടാണ് ബാക്കി കപ്പാസിറ്റൻസ് ഡെറിവേഷനിലേക്ക് പോകുന്നത്.
അപ്പോൾ ഇക്വേഷൻ ഇതാണ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇതാണ് ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇനി പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡബിൾ ആക്കി കഴിഞ്ഞാൽ, കുറച്ചുകൂടെ അകത്തി വെച്ചിരുന്നാൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചേഞ്ച് ഉണ്ടാവും? ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനമേ ഇക്വേഷൻ ഇല്ല. ദെൻ നോ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഇല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയ ഒരു ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകത്തില്ല. ഇതേ ഇലക്ട്രിക് ഫീൽഡ് തന്നെ കാണത്തുള്ളൂ ഇതിനുള്ളിൽ, അല്ലെ? കാരണം ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിവൈസ് ടു സ്റ്റോർ, ക്വസ്റ്റ്യൻ എ ഇതാണ്. എ ഡിവൈസ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ഈസ് കോൾഡ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ. നമുക്ക് എല്ലാം അറിയാം കപ്പാസിറ്റർ ആണ്. ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് മെൻ ബൈ എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമുക്ക് തൽക്കാലം അത് നോക്കണ്ട, കാരണം എനർജി ഡെൻസിറ്റി പഠിക്കാൻ ഇപ്പം പറഞ്ഞിട്ടില്ല, അല്ലേ? എന്താണ് എനർജി ഡെൻസിറ്റി? എനർജി പെർ യൂണിറ്റ് വോളിയം ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര എനർജി ഉണ്ടോ അതാണ് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ സി, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. വീണ്ടും ഇക്വേഷൻ ചോദിച്ചിരിക്കുകയാണ്. അതായത് ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അത് പഠിച്ചോണം അപ്പോൾ. ദെൻ ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ, what is the area of the plates of a 0.1 microfarad parallel plate air capacitor given that the separation between the plates is 0.1 millimeter? അല്ലെ, അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, അല്ലെ? ഇതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് തന്നിരിക്കുകയാണ് 0.1 മൈക്രോഫാരഡ്, അല്ലെ? ഇനി ഇതിന്റെ പ്ലേറ്റിന്റെ ഏരിയകൾ, പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ്, പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡി എന്ന് പറയുന്നത് 0.1 മൈക്രോഫാരഡ്. പിന്നെ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്ലേറ്റ് ഏരിയ കണ്ടുപിടിക്കണം. പ്ലേറ്റ് ഏരിയ എ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെ? അപ്പൊ ഇത് മൈക്രോഫാരഡിനെ എല്ലാം ഫാരഡ് ആക്കണം. അപ്പം 0.1 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 10⁻⁻6 ഫാരഡ് എന്നാവും. അതുപോലെ 0.1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 10⁻³ മീറ്റർ എന്നാവും, അല്ലെ? ദെൻ പ്ലേറ്റ് ഏരിയ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C = ε0 A/d എന്നറിയാം. ഇതിനകത്ത് പ്ലേറ്റ് ഏരിയ എ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പോൾ A = എന്തായിരിക്കും? ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ C × d ഡിവൈഡഡ് ബൈ ε0 എന്ന് വരും, അല്ലെ? ε0യുടെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ് 8.854 × 10⁻⁻⁴, അല്ലെ? അപ്പം കപ്പാസിറ്റൻസ് C എത്രയാണ്? 0.1 ഇൻറ്റു 10⁻⁻6. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് 0.1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ε0യുടെ വാല്യൂ 8.854 അല്ലെങ്കിൽ 85 എന്ന് എഴുതിയാലും മതി, ഇൻറ്റു 10⁻², അല്ലേ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ തൽക്കാലം ഇതിന്റെ ആൻസർ എഴുതുകയാണ്. ആൻസർ 1.12 മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആൻസർ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 1.12 മീറ്റർ സ്ക്വയർ ആണ് ഈ കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിന്റെ ഏരിയ എന്ന് പറയും. ഇനി നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദി സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ തൽക്കാലം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിന്റെ കൂടെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ എ ഇതാണ്: വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ 2 മൈക്രോകൂളം ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അറ്റ് 3 സെന്റിമീറ്റർ അപ്പാർട്ട് ഓഫ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഒരു വർക്കും ചെയ്യേണ്ട. അതുകൊണ്ട് വർക്ക് ഡൺ 0 ആയിരിക്കും. പക്ഷേ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. തൽക്കാലം നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി ക്വസ്റ്റ്യൻ: 2 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഒരു 20 മൈക്രോഫാരഡ് കപ്പാസിറ്ററും മറ്റൊരു കപ്പാസിറ്ററിനെ നമ്മൾ സി എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതൊരു 12 വോൾട്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എ: കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് സി. അതുപോലെ തന്നെ ഇഫ് ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ ഈസ് 4 മൈക്രോഫാരഡ്. അതും തന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഞാൻ അതിനെ C' എന്ന് എഴുതി. അതെന്താണ്? 4 മൈക്രോഫാരഡ് ആണ്, അല്ലെ? ഇത് രണ്ടും സീരീസ് ആണ്. ഇതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സി എന്നാണ്. സി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെ? അത് നമുക്കറിയാം. ഇതിന്റെ സീരീസ് കോമ്പിനേഷൻ ഇക്വേഷൻ
സി ഡാഷ് ഈസ് ഈക്വൽ ടു C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇയാളെ ഞാൻ C1 എന്നും ഇയാളെ C2 എന്നും വിളിച്ചു അല്ലെ. അപ്പോഴ് സി ഡാഷ് ഈസ് ഈക്വൽ ടു സി ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട് 4 മൈക്രോ ഫാരഡ് അല്ലെ. അപ്പം 4 മൈക്രോ ഫാരഡ് എന്ന് കൊടുക്കാം. 4 ഈസ് ഈക്വൽ ടു C1 എന്ന് പറയുന്നത് 20 മൈക്രോ ഫാരഡ് ഇൻറ്റു C2 എന്ന് പറയുന്നത് C തന്നെ ഡിവൈഡ് ബൈ 20 പ്ലസ് C എന്ന് വരും അല്ലെ. ഇത് സോൾവ് ചെയ്തിട്ട് C കണ്ടുപിടിക്കുക അല്ലെ. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 20 80 പ്ലസ് 4 ഇൻറ്റു C 4C ഈക്വൽ ടു 20C അല്ലെ. ഇനി ഈ C റൈറ്റ് സൈഡിൽ വരുമ്പോൾ 20C മൈനസ് 4C ഈക്വൽ ടു 80 എന്ന് വരും. 20C മൈനസ് 4C എന്ന് പറഞ്ഞാൽ 16C ആണ്. ഈക്വൽ ടു 80. C ഈക്വൽ ടു 80 ബൈ 16. 80 ബൈ 16 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 മൈക്രോ ഫാരഡ് ആണ് ഈ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്. അല്ലെങ്കിൽ C2 എന്ന് പറയുന്ന കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 5 മൈക്രോ ഫാരഡ്. നമ്മളത് കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ബിയിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ ബി ഇതാണ്. കാൽക്കുലേറ്റ് ദി ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവർ രണ്ടുപേരും സീരീസ് ആണ്. സീരീസ് ആയിട്ട് രണ്ട് കപ്പാസിറ്റേഴ്സ് വന്നാൽ രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും. അപ്പൊ ഇവരുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് എടുത്തിട്ട് ചാർജ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പം നമുക്കറിയാം ചാർജ് Q ഈസ് ഈക്വൽ ടു CV അല്ലെ. ചാർജ് Q ഈസ് ഈക്വൽ ടു CV. ഇതാണ് കപ്പാസിറ്ററിലെ ചാർജിന്റെ ഇക്വേഷൻ. അപ്പം സിക്ക് പകരം നമ്മളിവിടെ C ഡാഷ് കൊടുക്കുക, അതായത് ടോട്ടൽ കപ്പാസിറ്റൻസ്. വിക്ക് പകരം ടോട്ടൽ വോൾട്ടേജ് 12 വോൾട്ട് കൊടുക്കുക. അപ്പം ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയായിരുന്നു? 4 മൈക്രോ ഫാരഡ് ആയിരുന്നു. നമ്മൾ അതിനെ ഫാരഡ് ആക്കണമെങ്കിൽ 10⁻⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ ചാർജ് ഒക്കെ കണ്ടുപിടിക്കാവോ. കപ്പാസിറ്റൻസ് ഇഫക്റ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ കൺവെർട്ട് ചെയ്യണ്ട. ദെൻ അപ്പോൾ സിക്ക് പകരം 4 ഇൻറ്റു 10⁻⁻⁶ ഇൻറ്റു വോൾട്ടേജ് എത്രയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? 12 ആണ് അല്ലേ. അപ്പോൾ 48 ഇൻറ്റു 10⁻⁻⁶ കൂളും അല്ലേ. ഇതാണ് ഇതിനകത്തിലെ ചാർജ്. അതായത് ഓരോ കപ്പാസിറ്റർ, രണ്ട് കപ്പാസിറ്ററിലും സെയിം ചാർജ് ആയിരിക്കും. രണ്ട് കപ്പാസിറ്ററിലെയും ചാർജ് എത്ര ആയിരിക്കും? 48 ഇൻറ്റു 10⁻⁻⁶ കൂളോം ആയിരിക്കും ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ്. സീരീസ് കോമ്പിനേഷൻ രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും. അതാണ് ബി ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ സിയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ സി ഇതാണ്. വാട്ട് വിൽ ബി ദി പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഈ ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? അതായത് നമുക്കറിയാം ഇതേ ഇക്വേഷൻ തന്നെ റീഅറേഞ്ച് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടും അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു Q ഈക്വൽ ടു CV എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം V ഈക്വൽ ടു Q/C എന്ന് എടുത്താൽ മതി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ V1 എന്ന് കൊടുത്തു. അപ്പം Q സെയിം ആണ് ബൈ C1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്. അത് 20 മൈക്രോ ഫാരഡ് ആണ്, ഫാരഡ് ആക്കി കൊടുക്കുന്നത്. അപ്പം Q ചാർജ് ഇത് തന്നെയാണ്, 48 ഇൻറ്റു 10⁻⁻⁶. C1 ഇതിന്റെ കപ്പാസിറ്റൻസ് 20 മൈക്രോ ഫാരഡ് ആണ്. അപ്പം 20 ഇൻറ്റു 10⁻⁻⁶ ഫാരഡ് അല്ലെ. 10⁻⁻⁶ഉം 10⁻⁻⁶ഉം ക്യാൻസൽ ആയി. 48/2 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2.4 എന്ന് വരും അല്ലെ. അപ്പം then V1 ഈസ് ഈക്വൽ ടു 2.4 വോൾട്ട്. അതാണ് ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ഇവിടെ V1 എന്നും ഇതിനെ ക്രോസ് ആയിട്ടുള്ളതിനെ V2 എന്നും കൊടുത്തു. അപ്പം V2 കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ ഇക്വേഷനേ ഉള്ളൂ, Q/C2 എന്ന് ചെയ്യണം. അതായത് ഇതിലുള്ള ചാർജ് ബൈ ഇതിന്റെ കപ്പാസിറ്റൻസ് വേണം ചെയ്യാൻ അല്ലെ. അപ്പം Q ഇത് തന്നെയാണ്, 48 ഇൻറ്റു 10⁻⁻⁶ ഡിവൈഡ് ബൈ C2. ഇത് 5 മൈക്രോ ഫാരഡ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചതാണ് അല്ലെ. അപ്പം 5 ഇൻറ്റു 10⁻⁻⁶ എന്ന് വരും. അപ്പം 10⁻⁻⁶ഉം 10⁻⁻⁶ഉം ക്യാൻസൽ ആവും അല്ലെ. ദെൻ 48/5 ചെയ്താൽ അല്ലെ. അപ്പം 9 വരും, 45 വരും, ബാലൻസ് 3 വരും, 30 വരും അല്ലെ, 6 വരും. ദെൻ V2 ഈസ് ഈക്വൽ ടു 9.6 വോൾട്ട് അല്ലെ. ഇതാണ് ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 2.4 വോൾട്ടും ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 9.6 വോൾട്ടും. ഈ 9.6ഉം 2.4 ആഡ് ചെയ്താൽ 12 വോൾട്ട് കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഡെറിവേഷനിലൊക്കെ V ഈക്വൽ ടു V1 പ്ലസ് V2 എന്നൊക്കെ എഴുതുന്നത്. അപ്പം ഈ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. അതുപോലെ നമ്മൾ വേറെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്ത എല്ലാവർക്കും ഒരേ വോൾട്ടേജ് ആണ്. പക്ഷെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാവുന്നത്, അതായത് 20 മൈക്രോ ഫാരഡ് അക്രോസ് ആയിട്ട് 2.4 വോൾട്ടും 5 മൈക്രോ ഫാരഡ് അക്രോസ് ആയിട്ട് 9.6 വോൾട്ടും ഉണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർക്കാണോ കപ്പാസിറ്റൻസ് കുറവ് അവർക്ക് അക്രോസ് ആയിട്ടായിരിക്കും കൂടുതൽ വോൾട്ടേജ് അവിടെ അപ്പിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർക്കാണോ കപ്പാസിറ്റൻസ് കൂടുതൽ 20 ഉള്ളവർക്ക് 2.4 വോൾട്ടേ ഉള്ളൂ അതിനെ ക്രോസ് ആയിട്ട്. ആർക്കാണോ കപ്പാസിറ്റൻസ് കൂടുതൽ അതിനെ ക്രോസ് ആയിട്ട് കുറച്ച് വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്, ഈ സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് കുറവാണ്, കുറച്ച് ചാർജിനെ അവർ സ്റ്റോർ ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. വോൾട്ടേജ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ആർക്കാണോ കൂടുതൽ അതിനെ ക്രോസ് ആയിട്ട് കുറച്ച് വോൾട്ടേജും, കപ്പാസിറ്റൻസ് ആർക്കാണോ കുറവ് അതിനെ ക്രോസ് ആയിട്ട് ഇച്ചിരി കൂടുതൽ വോൾട്ടേജും ആയിരിക്കും വരുന്നത് അല്ലേ. നമ്മൾ ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അതായത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇനിയും കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അത്രയും പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കുറേ പോർഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് കപ്പാസിറ്ററിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ, അതുപോലെ തന്നെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജി, അതുപോലെ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ പഠിക്കണം, അതിന്റെ ഡെറിവേഷൻ പഠിക്കണം അല്ലേ. ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകാം അല്ലേ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക, എഴുതി നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് നല്ല മാർക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.